ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു നൈറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നെക്കിനിവിടെ ലേസ് വെച്ചിട്ട് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു നൈറ്റിയാണിത്. അപ്പോൾ ഇവിടെ ഞാൻ ക്യാൻവാസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ഒരുപാട് നൈറ്റീസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നൈറ്റിൻ്റെ കട്ടിങ് വീഡിയോ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റി കട്ടിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കാണാം. അപ്പോൾ നെക്കിന് വെക്കാൻ വേണ്ടിയിട്ട് സിബും ലേസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1 മീറ്റർ ലേസാണ് നമുക്ക് നെക്കിന് വെക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് നെക്കാണ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 8 ഇഞ്ച് നീളവും വീതിയുമുള്ള ഒരു ഫാബ്രിക് ഇതേപോലെ എടുത്തിട്ട് നമുക്കിതൊന്ന് സെൻറ്ററിൽ ഫോൾഡ് ചെയ്തിട്ട് ഇതിൽ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് വീതിയും 5.5 ഇഞ്ച് ലെങ്ത്തുമുള്ള ഒരു നെക്കാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തൊരു പീസാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഇതേപോലെ ഒരു ബോക്സാക്കി വരച്ച് കൊടുക്കാം. എന്നിട്ട് താഴെ നിന്ന് മേലോട്ടേക്ക് ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മളിവിടെ നെക്ക് വരച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ റോസ് കളറ് ചോക്കായി പോയി എടുത്തത്. സോറി, അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. അതിനുശേഷം ഇതേപോലെ ഉള്ളോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇതിനെ മറ്റേ വശത്ത് കൂടി നമുക്കതൊന്ന് ട്രേസ് എടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് അതേപോലെ തന്നെ നെക്ക് വരച്ചെടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ നെക്ക് വരച്ച ആ ലൈന് ഉള്ളോട്ടേക്ക് മടക്കി അടിക്കാൻ ആവശ്യമായ ഫാബ്രിക് അവിടെ വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ അരികിലൂടെ ഇതേപോലെ ഉള്ളോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ 4 വശങ്ങളും നമ്മൾ ഇതേപോലെ ഉള്ളോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അരികവശങ്ങളൊക്കെ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഇവിടെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നൈറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് നോച്ചിട്ട് കൊടുക്കുക. ഇനി സെൻറ്റർ രണ്ടും ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് നെക്കുമായിട്ട് നീങ്ങി പോവാതെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ആദ്യം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് നീങ്ങി പോകത്തൊന്നുമില്ല, കറക്റ്റായിട്ട് അവിടെ നിന്നോളൂ. അതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച നെക്ക് ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിലേ നമുക്കിതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കോർണറിലൊക്കെ എത്തുമ്പോൾ നമുക്ക് നീഡിൽ ഇതേപോലെ കുത്തി നിർത്തിയിട്ട് വേണം ഫാബ്രിക് തിരിക്കാൻ എന്നാലേ ആ ഒരു പോയിൻ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നെക്ക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലുള്ള പീസ് ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ശേഷം തയ്യൽ തുമ്പൊക്കെ ഒന്ന് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിന് കുടുങ്ങാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചീത്ത വശത്തേക്ക് മറിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചീത്ത വശത്തേക്ക് മറിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കോർണറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് ഇതിൻ്റെ അരികുവശത്ത് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കോർണറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നീഡിൽ ഇതേപോലെ താഴ്ത്തി വെച്ചിട്ട് വേണം ഫാബ്രിക് തിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ആ ഒരു കോർണർ നമുക്ക് കറക്റ്റായിട്ട് കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഈ നെക്ക് ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നെക്ക് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സിബ്ബാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്.
അപ്പോൾ നമുക്ക് ഈ നൈറ്റിൻ്റെ സെൻറ്ററിൽ സിബിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ സിബിൻ്റെ താഴ്വശത്ത് ഒരു കമ്പി പോലെ വരുന്നുണ്ടല്ലോ, അതിൻ്റെ മേൽവശത്തായിട്ടാണ് നമ്മളിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം ഈ ഒരു നൈറ്റി നമ്മൾ ഇതേപോലെ ഒന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സിബിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് വെച്ചാൽ ആ ഒരു പോയിൻ്റ് വരെ നമുക്കിതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് വശം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് ആ ഒരു പോയിൻ്റ് വരെ സിബ് വെക്കേണ്ട ആ ഒരു മാർക്കിംഗ് വരെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ 2 ഇഞ്ച് വീതിയും ഈ സിബിൻ്റെ അത്രയും ലെങ്ത്തുമുള്ള ഒരു ഫാബ്രിക് ഇതേപോലെ നമുക്ക് എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ 3 സൈഡും ഒന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വശം അരികുവശം ആയതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ബാക്കി 2 സൈഡും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു പീസിലും നമ്മൾ സിബിൻ്റെ ലെങ്ത്ത് നമ്മൾ നൈറ്റിയിൽ എത്രത്തോളമാണ് കട്ട് ചെയ്തതെന്ന് ഈ ഒരു ഫാബ്രിക്കിലും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിൻ്റ് വരെ ഒന്ന് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഞാൻ സെൻറ്റർ നമ്മൾ 2 നൈറ്റിയും ഈ ഒരു പീസും സെൻറ്റർ ഇവിടെ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നൈറ്റിയുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2ൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നൈറ്റിയേക്കാളും ഒരു 1/2 ഇഞ്ച് മേൽവശത്തേക്ക് ഈ പീസൊന്ന് നമ്മൾ കയറ്റി വെക്കണം. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പീസ് നൈറ്റിയുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തതാണിത്. അതിനുശേഷം നമ്മൾ നേരത്തെ നെക്കിന് ചെയ്ത പോലെ തയ്യൽ തുമ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചീത്ത വശത്തേക്ക് ഈ ഒരു പീസ് മറിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം ക്യാമറയിൽ കുടുങ്ങിയില്ല, കട്ടായിപ്പോയി അവിടെ വെച്ചിട്ട്. അപ്പോൾ ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ഉള്ളോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിവിടെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിബിൻ്റെ എക്സ്ട്രാ മുകളിലേക്ക് വരുന്ന ഒരു ഭാഗമൊന്ന് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിബിൻ്റെ മേലോട്ടേക്ക് നമുക്ക് നൈറ്റിൻ്റെ നെക്ക് നന്നായിട്ട് ഇതേപോലെ ഒന്ന് സിബ് കാണാത്ത രീതിയിലൊന്ന് കയറ്റി വെച്ചെടുക്കാം. ഓക്കെ, ഇതേപോലെ നന്നായിട്ടൊന്ന് മേൽവശത്തേക്ക് ഇതേപോലെ കയറ്റി വെച്ചിട്ട് വേണം നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ സിബ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നൈറ്റി മേൽവശത്തേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് ഈ സിബ് ഒന്ന് നൈറ്റിയായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സിബ് ഇതേപോലെ മേലോട്ടും താഴോട്ടേക്കും ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ, സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു സിബ് ഇവിടെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം എന്താ പറയുക, ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നെക്സ്റ്റ് വീഡിയോന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഞാനിവിടെ സിബ് ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇതേപോലെ നെക്കിനോട് ചേർന്നിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു 1/4 ഇഞ്ച് നെക്കിന് ചുറ്റിലും നമ്മൾ ഇതേപോലെ സിബ് അടക്കം നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് അങ്ങോട്ടേക്കാണ് നമ്മൾ ലേസ് വെക്കുന്നത്. അപ്പോൾ ലേസ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ലേസിൻ്റെ അരികുവശം ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ലേസ് ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതൊരു പൈപ്പിംഗ് പോലെ ഇതേപോലെ നൈറ്റി പീസ് പുറത്തേക്ക് കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുന്നത്. എന്നിട്ട് ലേസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു കോർണർ സൈഡൊക്കെ ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ ലേസ് ഇതേപോലെ നമുക്കൊന്ന് ക്രോസാക്കി മടക്കി വെച്ചതിന് ശേഷം അപ്പോൾ ഇതേപോലെ ഒന്ന് ലേസ് ഇതേപോലെ ഒന്ന് ക്രോസ് ചെയ്ത് മടക്കി വെക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സിബിനോട് ചേർന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ലേസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് നമുക്ക് മറ്റേ അറ്റം വരെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഞാൻ ഇതേപോലെ ഈ ലേസ് ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു കോർണറൊക്കെ ഉണ്ടല്ലോ നമ്മൾ ക്രോസ് ആയിട്ട് മടക്കി വെച്ച് അവിടെ ഒന്ന് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിർത്തിയിൽ ആ ലേസ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോർണർ ഒന്ന് ഇതേപോലെ എല്ലാ സൈഡിലും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ലേസിൻ്റെ അരികുവശത്ത് കൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ലേസ് ഫുള്ളായിട്ട് ഞാനിവിടെ നെക്കുമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ക്രോസ് പീസ് നമ്മൾ ഇതേപോലെ നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ക്രോസ് പീസ് ഇതേപോലെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്ക് നെക്കുമായിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു 1/4 ഇഞ്ച് തുന്നൽ തുമ്പ് വിട്ടിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഒന്ന് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്ക് നെക്ക് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോൾഡർ നമ്മൾ നൈറ്റിൻ്റെ 2 ഫ്രണ്ടും ബാക്കും തമ്മിൽ നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ഒന്ന് ഒരുമിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലേസ് ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ മേലെ ബാക്ക് സൈഡ് വെച്ചതിന് ശേഷം ഈ ഒരു ക്രോസ് പീസ് നമ്മൾ ഇതേപോലെ ഫ്രണ്ടിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഫ്രണ്ട് സൈഡിലേക്ക് തിരിച്ച് വെക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഫ്രണ്ട് നെക്കിൻ്റെ മേലേക്ക് ഫ്രണ്ട് സൈഡിലേക്ക് ഇതേപോലെ ബാക്ക് നെക്ക് ഒന്ന് കവർ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രോസ് പീസ് ഇതേപോലെ ഉള്ളോട്ടേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ അരികു വശത്ത് കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവാണ് ജോയിൻ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ സ്ലീവിന് നമ്മൾ എന്താ പറയുക അടിവശത്ത് നമ്മൾ എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലെങ്ത്ത് കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ് ഇവിടെ സ്ലീവും ആയിട്ടൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഷോൾഡറും സ്ലീവിൻ്റെ സെൻറ്ററും തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമുക്ക് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു വശത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടുന്ന് വീണ്ടും തിരിച്ചിട്ട് നമുക്ക് സെൻറ്ററിലേക്ക് തന്നെ പോയിട്ട് വേണം മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇവിടത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് മറ്റേ ഒരു വശം കൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൈഡും നമ്മൾ വീണ്ടും തിരിച്ച് സെൻറ്ററിലേക്ക് തന്നെ വന്നിട്ട് വേണം സ്റ്റിച്ചിങ് അവസാനിപ്പിക്കാനായിട്ട്. ഇതേപോലെ 2 സ്ലീവും നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 സ്ലീവും ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡാണ് ജോയിൻ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ ചീത്തവശം വെച്ചിട്ട് നൈറ്റിൻ്റെ ചീത്തവശം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്ത ആ ഒരു നൈറ്റി ഇതിൻ്റെ മേലെ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്ലീവൊക്കെ ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സെയിം മെഷർമെൻറ്റിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നൈൽ കൊണ്ട് ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ മറ്റേ വശത്തു കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 സൈഡും ഞാൻ ഇതേപോലെ സൈഡ് ജോയിൻ ചെയ്യേണ്ടതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് രണ്ടും ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 സൈഡും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടിവശം കൂടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താലും നമ്മുടെ നൈറ്റി ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിന് വേണ്ടി അടിവശം നമ്മൾ 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ അടിവശം ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു നൈറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.